എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ലൈറ്റ്റൂം ട്യൂട്ടോറിയലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്ത് ഉദ്ദേശിക്കുന്നത് ഫേഡ് ട്രാവൽ എഡിറ്റിംഗ് ആണ്. അപ്പോൾ ഈ എഡിറ്റിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാവൽ ഫോട്ടോസിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീസെറ്റ് ഫയൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളോട് പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഫയലിലെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങളപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോവാം. അപ്പം എഡിറ്റിംഗ് തുടങ്ങാം. നിങ്ങളപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. അതിനോട് നിങ്ങൾ ലൈറ്റ് ടൂളിലേക്ക് പോവുക. ലൈറ്റ് ടൂളില്ലാത്ത എക്സ്പോഷർ ഞാൻ ഇവിടെ ഒരു പൊടിക്ക് വയ്ക്കുന്നുണ്ട്. അടുത്ത നമ്മൾ കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 30 വരെ കൂട്ടുവാണ്. ഹൈലൈറ്റ്സ് ഏകദേശം ഒരു 30 വരെ. ഇനി അടുത്ത ഷാഡോസ് ഏകദേശം ഒരു നമ്മൾ 11 വരെ നമ്മൾ കുറയ്ക്കുവാണ്. 11-18 റേഞ്ച് നമ്മൾ കുറയ്ക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 16 വരെ കുറച്ചിട്ടുണ്ട്. അടുത്ത വൈറ്റ്സിലേക്ക് പോവുക. വൈറ്റ്സ് ഏകദേശം ഒരു 10 വരെ നമുക്ക് കൂട്ടാം. പിന്നെ ബ്ലാക്ക്സ് ഏകദേശം ഒരു 40 വരെ നമുക്ക് കുറയ്ക്കാം. ഇനി അടുത്ത് നമ്മൾ കെയർ ടൂളിലേക്ക് പോവുകയാണ്. നമുക്ക് ചെറിയൊരു കെയർ അവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കെയറിൻ്റെ സെറ്റിങ്സ് കണ്ടുകൊണ്ട് നമുക്കിനി ഡൺ കൊടുക്കാം. ഇനി അടുത്ത് നിങ്ങൾ കളർ ടൂളിലേക്ക് പോവാം. കളർ ടൂളിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ ഒരു 0.6 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ വൈബ്രൻസ് ഏകദേശം ഒരു 14 നമുക്ക് കൂട്ടാം. സാച്ചുറേഷൻ ഒരു 30 വരെ നമുക്ക് കുറയ്ക്കാം. ഇനി അടുത്ത് നമ്മൾ കളർ ഗ്രേഡിലേക്ക് പോവാം. അതിനോട് നിങ്ങൾ മിക്സ് ടൂൾ എടുക്കാം. മിക്സ് ടൂളിനകത്ത് അതിന് റെഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സാച്ചുറേഷൻ ഏകദേശം ഒരു 93 വരെ നമുക്ക് കൂട്ടാം. അത് കഴിഞ്ഞ് നമുക്ക് റെഡിലേക്ക് പോവാം. റെഡിൻ്റെ അകത്ത് ഓറഞ്ചിലേക്ക് പോവാം. ഓറഞ്ച് എടുക്കുന്നതിനകത്ത് നമുക്ക് സാച്ചുറേഷൻ ഏകദേശം ഒരു 20 വരെ നമുക്ക് കൂട്ടാം. പിന്നെ ലൂമിനൻസ് ഏകദേശം ഒരു 10 വരെ നമുക്ക് കൂട്ടാം. അടുത്തത് നിങ്ങൾ യെല്ലോയിലേക്ക് പോവാം. യെല്ലോയ്ക്ക് അത് സാച്ചുറേഷൻ ഒരു 46 വരെ നമുക്ക് കൂട്ടാം. അടുത്ത നിങ്ങൾ ഗ്രീനിലേക്ക് പോവുക. ഗ്രീൻ്റെ അത് നമുക്ക് സാച്ചുറേഷൻ ഏകദേശം ഒരു 24 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ ലൂമിനൻസ് ഒരു 50 വരെ നമുക്ക് കൂട്ടാം. അടുത്ത നമുക്ക് അക്വയിലേക്ക് പോവാം. അക്വയ്ക്കകത്ത് ഹ്യൂ ഏകദേശം ഒരു 30 വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഒരു 40 വരെ നമുക്ക് കൂട്ടാം. അതിന് ബ്ലൂവിലേക്ക് പോവുക. ഹ്യൂ നമുക്ക് ഏകദേശം ഒരു 15-20 റേറ്റ് നമുക്ക് കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 24 വരെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ലൂമിനൻസ് ഒരു പൊടിക്ക് കുറയ്ക്കാം. ഞാനിപ്പോൾ 34 വരെ കുറച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നിങ്ങൾ ഡൺ കൊടുക്കുക. അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്ത എഫക്ട്സിലേക്ക് പോവാം. ഇതിൻ്റെ അത് ക്ലാരിറ്റി നമുക്കൊരു പൊടിക്ക് കൂട്ടാം. പിന്നെ ഡിഗേഴ്സ് ഒരു പൊടിക്ക് കൂട്ടുക. അത് നിങ്ങൾ സ്പ്ലിറ്റ് ഓണിലേക്ക് പോവാം. സ്പ്ലിറ്റ് ഓണിൻ്റെ അത് നിങ്ങൾ ഒരു 209 വരെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. സാച്ചുറേഷൻ ഒരു 21 വരെ നിങ്ങൾ കൂട്ടുക. ഡൺ കൊടുക്കുക. അത് നിങ്ങൾ വിഗ്നേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക ഒരു പൊടിക്ക്. ഇനി അടുത്ത് നിങ്ങൾ ഡീറ്റെയിൽസിലേക്ക് പോവുക. ഡീറ്റെയിൽസിനകത്ത് നോയ്സ് റിഡക്ഷൻ ഒരു പൊടിക്ക് കൂട്ടുക. പിന്നെ കളർ നോയ്സ് റിഡക്ഷൻ ഒരു പൊടിക്ക് കൂട്ടുക.
അതിൻ്റെ സ്മൂത്ത്നെസ് ഉണ്ട്, സ്മൂത്ത്നെസ് ഒരു പിടിച്ച് കൂട്ടാം. അപ്പം നമ്മുടെ എഡിറ്റിംഗ് കണ്ടിട്ട് നമുക്ക് ഇനി ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുപോലെ ഫോട്ടോ എഡിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ടാഗ് ചെയ്യുക. അപ്പോൾ എൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.